ഡാഷ് പെർസെൻറ്റേജ് ഓഫ് 21.6 ഈസ് 64.8. അപ്പോൾ 21.6ൻ്റെ എത്രയോ ശതമാനമാണ് 64.8. അത് എത്ര ശതമാനമാണെന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൽ എക്സ് ആണ് കാണേണ്ടത്, x/100. അപ്പോൾ ഈ x/100നെ നമ്മളിവിടെ നിർത്തി സമം 64.8 ഇവിടെ ഇൻറ്റു 21.6 ഉള്ളത് ഇവിടെ വരുമ്പോൾ ബൈ 21.6 എന്നാവും. ഇനി എക്സിനെ തന്നെ നിർത്തി 100നെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എക്സ് സമം 64.8 ഇവിടെ ബൈ 100 ഉള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു 100 ബൈ 21.6 എന്ന് വരും. ഇനി നമുക്ക് ഇതിൻ്റെ ദശാംശം കളയാം. അപ്പോൾ 64.8 എന്നുള്ളത് 648 ആവുമ്പോൾ 21.6 ഉള്ളത് 216 ആവും. ഇവിടെ ഇൻറ്റു 100 ഉണ്ട്. ഇനി ഇതിനെ നമുക്ക് ഏതെങ്കിലും സംഖ്യകൾ കൊണ്ട് വെട്ടാൻ പറ്റുമോ നോക്കാം. ഏതെങ്കിലും സംഖ്യകൾ കൊണ്ട് വെട്ടാൻ പറ്റുമോ നോക്കാം. 216 648 നമുക്ക് നോക്കിയാൽ ഏതുകൊണ്ടാ 216 648 ഹരിച്ച് നോക്കാം. ഇവിടെ നമുക്ക് 648നെ 216 കൊണ്ട് ഹരിക്കാം. 648 ഹരിക്കണം 216. 8 തവണ ഇട്ട് നോക്കാം. 6 48 8 ബാക്കി 4. 1 8 8 4 12 അതല്ല. അപ്പോൾ 6 ആവുമ്പോൾ 3 തവണ ഇട്ട് നോക്കാം. 3 6 18 8 ബാക്കി 1. 1 3 3 1 4 3 2 6. 3 തവണയാണ് 216 648 ഉള്ളത്. അപ്പോൾ 3 × 100 എത്ര കിട്ടി? 300 എന്ന് കിട്ടി. അപ്പോൾ എക്സ് സമം 300 എന്ന് കിട്ടി. അപ്പോൾ എത്ര പെർസെൻറ്റേജാ? 300%. അപ്പോൾ 21.6ൻ്റെ അപ്പോൾ ഇത് നമുക്ക് ഓപ്ഷനിൽ ഉണ്ടോ നോക്കാം. ഈ 300 എന്നുള്ളത് ഉണ്ട്. ഓപ്ഷൻ സി ഇതാ 300 ഉണ്ട്.